why this husband അല്ലെങ്കിൽ even wife is going into this extramarital affairs. കപ്പിൾസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമാണ് നമുക്ക് അവരെ കണക്ട് ചെയ്യാൻ പറ്റുക. സെക്ഷുവലി അത്രയും അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അട്രാക്ഷൻ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ചിലപ്പോൾ അവർ കണ്ടിരിക്കുന്ന ഒരു ഏരിയയിൽ സ്ട്രെസ്സിലായിരിക്കും ഒരു മാരേജ് കഴിച്ചിട്ടുണ്ടാവാം. കാറ്റഗറി ഓഫ് ലേഡീസിനോട് കറക്റ്റ് ഇമോഷണലി കണക്റ്റ് ആവാതെ സംസാരത്തിൽ നിന്ന് സിറ്റുവേഷനിൽ നിന്ന് തന്നെ അവരുടെ സെക്സ് സ്റ്റാർട്ട് ചെയ്യും. ഹസ്ബൻഡ് പറയും, ഞാൻ പറഞ്ഞിട്ട് വേണോ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ വൈഫിന് അറിയാൻ വേണ്ടിയിട്ട്, വൈ കാൻ ഷീ ഡു ഇറ്റ് ബൈ ഹേർസെൽഫ്. പുരുഷന് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ഓർ റോങ് ഒന്നുമില്ല. 10 മണിക്ക് എൻ്റെ വൈഫിനെ കാണാൻ തോന്നി. ഹായ്, എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ മൈൻഡ്ലി ഒരു കപ്പിൾ തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ കപ്പിൾസ് ഓൺ എ ഡെയിലി ബേസിസ് അവർക്കുണ്ടാകുന്ന കുറച്ച് ക്വയറീസും അവർക്കുണ്ടാകുന്ന കുറച്ച് ഡൗട്ട്സിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇന്ന് നിൽക്കുന്നത്. സോ ടുഡേ വി ഹാവ് ഷംഷി മുബാരക് മാം. സോ ഹായ് മാം. ഹായ് ശരിയ. സോ മാം, ഇപ്പോൾ കപ്പിൾസിനിടയ്ക്ക് മോസ്റ്റ്ലി ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ദാറ്റ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് കിട്ടുന്നില്ല, ഹീ ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് മൈ ഇമോഷൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഇപ്പം മോസ്റ്റ്ലി കപ്പിൾ കേസസിൽ നോക്കുമ്പം ഇത് ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിനെക്കുറിച്ച് മാമിൻ്റെ അഭിപ്രായം എന്താണ്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു കാരണം ഇങ്ങനെ കപ്പിൾസിൻ്റെ ഇടയ്ക്ക് വരുന്നിട്ടുണ്ടാവുന്നത്? മനസ്സിലായി. ഇത് ലേഡി അങ്ങോട്ട് ചെന്നിട്ട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുമ്പോഴാണോ ആള് ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നത്? ആ സിനാരിയോ ഒന്നും കൂടി കറക്റ്റാക്കി പറയുമോ? അതായത് ഇമോഷണൽ അവൈലബിലിറ്റി ലേഡിക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അത് ആൾ ഇമോഷണലി അവൈലബിൾ ആവുമ്പോഴാണോ അതോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോഴാണോ? എപ്പോഴാണ് അവർ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അതുപോലെ ഇമോഷണലി അവൈലബിലിറ്റിയും അങ്ങനെ ഇല്ലാത്ത വ്യക്തിയാണോ? ആ സിനാരിയോയിൽ എന്ത് ചെയ്യും? ഓക്കെ, അത് മാം ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം കപ്പിൾസിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഈ പറഞ്ഞ 3 സിനാരിയോസിൽ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് ചിലവർ പറയാറുള്ളത്, ഞാൻ എന്ത് കോൺവെർസേഷൻസ് ഞാൻ നോക്കുമ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഫോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റിൽ ബിസി ആയിരിക്കും, ബട്ട് ഹീ വിൽ ബി റെസ്പോണ്ടിങ്, ബട്ട് ഐ വോണ്ട് ദറ്റ് ഇമോഷണൽ കണക്ഷൻ ഫ്രം ഹിം. ആ ഒരു കോൺസെപ്റ്റിലാണ് അവർ ഇരിക്കാറ്. ഓറൽസ് ദേ വിൽ ബി ലൈക്ക്, ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പം ഹീ ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് എൻ്റെ ആസ്പെക്ട്സ് നിന്ന് എന്തുകൊണ്ട് ആ ഒരു എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇതിലുണ്ടല്ലോ ഐശ്വര്യ. ഇത് നമ്മുടെ കപ്പിൾസിൽ അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റൈലുണ്ട്. ഈ അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻ്റ് ഉള്ളവർ ആരൊക്കെ എങ്ങനെയൊക്കെ അവരോട് ഇമോഷണലി കണക്റ്റഡ് ആവാൻ നോക്കണം. ഓക്കെ, അതല്ല ഇമോഷണലി കണക്റ്റഡ് ആവാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഇഷ്യൂസ് വരുമ്പോൾ, ഫാമിലി ആണല്ലോ, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കും. മേ ബി ഫൈനാൻഷ്യലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സറൗണ്ടിങ്സിൽ നിന്ന് ഇഷ്യൂസ് വരുമ്പോൾ സ്പോട്ടിൽ അവർ വിഡ്രോ ചെയ്യും. അതായത് ആ സമയത്ത് കംപ്ലീറ്റ്ലി ഇമോഷണലി കണക്ഷൻ കൊടുക്കേണ്ട ആള് പക്ഷേ വേറെ റിമൈനിങ് ടൈമിൽ ഹാപ്പി ആയിരിക്കുന്ന സമയത്തൊക്കെ അവർ നല്ല അവൈലബിൾ ആയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഇമോഷണൽ അവൈലബിലിറ്റി ഇല്ലാകില്ല. ഇത് പർട്ടിക്കുലർ സ്ട്രെസ് വരിക അവർക്ക് ഇമോഷണൽ അവൈലബിലിറ്റി വേണ്ട സമയത്ത്, അല്ലെങ്കിൽ ഈ ലേഡി കുറേ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്ന സമയത്ത് ഒറ്റ വിഡ്രോ ചെയ്യും. ആക്ച്വലി അതാണ് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അവർക്ക് ആ സ്ട്രെസ് വരുമ്പോൾ ആ സ്പേസ് വേണം അവർക്ക്. അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയാണ് കാണുന്നത്. അപ്പോൾ ഈ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും കാണാറുണ്ട്. നാർസിസിസ്റ്റിൻ്റെ ട്രൈറ്റ് എന്താണ്, നിങ്ങൾക്ക് ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റില്ലേ, എന്തിനാ എന്നെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എന്നെ വെറുതെ ഒന്ന് വിട്ടൂടെ, നിങ്ങൾ എന്തിന് ഇത്ര മാത്രം ചൂടാകുന്നത്, നിങ്ങൾ എന്തിന് ഇത്ര മാത്രം റിയാക്ട് ചെയ്യുന്നത്, ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ ഈ ട്രൈറ്റിലേക്ക് നമുക്കൊന്ന് മാച്ച് ചെയ്യാം. ഓക്കെ, ഈ ട്രൈറ്റ് ഉള്ളവരാണ് എന്നെ കുറച്ചൊന്നൊരു സമയത്തിന് വിട്ടൂടെ, എന്തിനാ ഇത്രയ്ക്കധികം അവരെ ഒരു നമ്മുടെ പറഞ്ഞില്ല ഒരു ഗിൽറ്റ് ട്രിപ്പിംഗ് അവർ ചെയ്തുകൊണ്ടിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ട്രെസ് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ വരുമ്പോൾ നിപ്പിൽ അവർ വിഡ്രോ ചെയ്യും. ഇമോഷണലി മാത്രമല്ല, ഒരു കമ്മ്യൂണിക്കേഷന് പോലും അവർ നിൽക്കില്ല. അത് അവരുടെ പേഴ്സണാലിറ്റി ട്രൈറ്റാണ്. അപ്പോൾ സപ്പോസ് ആ ലേഡിക്ക് ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ആണ്, നോർമലി സ്ത്രീകളിൽ കാണാറുള്ളത് ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്.
ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ അവർക്ക് സ്ട്രെസ് വരുമ്പോൾ അവരിങ്ങനെ പോയി ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ടോക്ക് വിത്ത് മീ, ട്രൈ ടു കണക്ട് വിത്ത് മീ. ഈ സമയത്താണ് ജസ്റ്റ് ഓപ്പോസിറ്റ് റൈറ്റ് വരുമ്പോൾ ഉള്ള പെയിൻ രണ്ട് കൂട്ടർക്കും ഒന്ന് ആലോചിച്ച് നോക്കി. അത് എപ്പോഴും ആ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കും. ഇതാണ് റീസൺ. പിന്നെ സെക്കൻഡ് പോയിന്റ്, നമ്മുടെ ഒരു ഫസ്റ്റത്തെ യൂട്യൂബിലെ എപ്പിസോഡിൽ ഓൾറെഡി പറഞ്ഞിരുന്നു, ആരും മനസ്സിലാക്കാത്ത വില്ലൻ സോഷ്യൽ മീഡിയ, മൊബൈല്. ദേ ആർ ഇൻ ദ കോൺഷ്യസ്നസ്. ഈ പറഞ്ഞ പോലെ വേറെ ഒരു എക്സ്ട്രാ സാധനങ്ങൾക്ക് ഇപ്പോഴത്തെ മെയിൽ അധികം പോകുന്നില്ല. വളരെ റെയറായിട്ടാണ് എക്സ്ട്രാ മറിറ്റലും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്, ആൽക്കഹോളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. ബട്ട് മൊബൈൽ അവർ ഫുൾ ടൈം ഉണ്ടാവും, പക്ഷെ കോൺഷ്യസ്നെസ്സും ഉണ്ടാവില്ല, പ്രസൻറ്റ് ഒരു സാധനവും ഉണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, ഇമോഷൻസ് ഉണ്ടാവില്ല. ഇറ്റ്സ് ലൈക്ക് ഒരു ഡെഡ് ബോഡി പോലെ ആയിരിക്കും. ഒരു നമ്മൾ പറയില്ലേ പണ്ടത്തെ കാലത്ത് ഒരു മരിച്ച വീട്ടിലെ അവസ്ഥ എന്ന്, അതുപോലത്തെ സാധനമാണ് അത്. പിന്നെ ഓൾമോസ്റ്റ് ഒരു ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടൊരു സെഷനിൽ യൂട്യൂബിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാം, ഇപ്പം ഈ മാം പറഞ്ഞ പോലെ തന്നെ ഇപ്പം വേറെ എക്സ്ട്രാ മെറൈറ്റൽ അഫെയർസിലൊക്കെ പോകുന്നത് വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ ഇങ്ങനെ എക്സ്ട്രാ മെറൈറ്റൽ അഫെയർസിൽ പോകുന്ന കേസസിൽ നോക്കുകയാണെങ്കിൽ ഹസ്ബൻഡിന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ആൻഡ് ഇത് കോർട്ടാവുമ്പം ഹി വിൽ ബി ഇൻ എ സ്റ്റേറ്റ് ദാറ്റ് ഓക്കെ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഐ എം സോറി, ദെൻ ദേ വിൽ ഗെറ്റ് ബാക്ക് ടു ദെയർ റിലേഷൻഷിപ്പ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോഴും അവിടെ വൈഫിന് ട്രസ്റ്റ് ഇഷ്യൂ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടാവാം. സോ മാമിൻ്റെ അഭിപ്രായത്തിൽ വൈ ദിസ് ഹസ്ബൻഡ് അല്ലെങ്കിൽ ഈവൻ വൈഫ് ഈസ് ഗോയിങ് ഇൻ ടു ദിസ് എക്സ്ട്രാ മെറൈറ്റൽ അഫെയർസ്? മെയിനായിട്ടുണ്ടല്ലോ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിൾസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഈ പറഞ്ഞ പോലെ സെക്സും ഡീപ്പ് ഇമോഷണൽ കണക്ഷനും ഇതൊക്കെ ഉണ്ട് പാർട്ടായിട്ട്. പക്ഷെ വാട്ട് ഇസ് ദ ബേസിക് നീഡ് ഇൻ ഹോമോസാപ്പിയൻസ്? ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നോണ്ടല്ലേ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഐശ്വര്യക്ക് എന്താ അറിയണ്ടേന്ന് എനിക്ക് അറിയാൻ പറ്റുന്നത് ഐശ്വര്യനോട് ചോദിക്കുമ്പോഴാണ്. കമ്മ്യൂണിക്കേഷൻ തന്നെ കപ്പിൾസ് തമ്മിലില്ല. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബേസിക് തിങ്. ഓക്കെ, ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് ദിസ് ഈസ് ദ റിയാലിറ്റി. കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമാണ് നമുക്ക് അവരെ കണക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, പിന്നെയാണ് അവർ തമ്മിലുള്ള ഫിസിക്കൽ ഇൻറ്റിമസിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഇമോഷൻ കണക്ട് ചെയ്യൂ. സ്ത്രീകൾക്ക് ഇമോഷൻ കണക്ട് ആവാതെ ഇനി ഈ എക്സ്ട്രാ മറിറ്റലിൻ്റെ കാര്യം പറഞ്ഞത് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിലെ ഹൈ സ്ട്രെസ്, അതൊരു ഫാക്ടറാണ്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും പ്രേമത്തിലാകുന്നത്. ഒരു റെഡ് ഫ്ലാഗ് റിലേഷൻഷിപ്പിൽ അവർ കാണില്ല. ഓക്കെ, അവർ ഒരു ലവ് റിലേഷൻഷിപ്പിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ മാരേജ് പ്രപ്പോസൽ വന്ന് ആ ഒരു നല്ലൊരു സ്റ്റേജ് ഉണ്ടല്ലോ, ഈ സ്റ്റേജിലാണ് അവർ എന്നേക്കുമായി പ്രശ്നങ്ങളില്ലാതെ ഇഷ്യൂ മാറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈക്കോളജിസ്റ്റുകൾ പ്രീമറിറ്റൽ കൗൺസിലിങ്ങിന് വരൂ എന്നുള്ളത് പറയുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്ന് തന്നെ പറയാം, അവർ ആ സമയത്ത് ഭയങ്കര നമ്മൾ പറയില്ല ന്യൂറോ ട്രാൻസ്മിറ്റർ ഇല്യൂഷൻ എന്ന് പറയും. ആ ഒരു സമയത്ത് അത്ര ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് തന്നെ അവർ ആരും ഈ സെഷൻസ് എടുക്കില്ല. ഈ സമയത്ത് അവർക്ക് അതിൻ്റെ നെഗറ്റീവ് പോയിൻറ്റ്സും കാര്യങ്ങളും അറിയാത്തടത്തോളം കാലം പോസിറ്റീവ് മാത്രമാവും. ഒരു പഞ്ച് ഓഫ് കെമിക്കൽസ് ബ്ലാസ്റ്റ് ചെയ്യണം നമ്മുടെ ബ്രെയിനിൽ. അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടരുടെ നെഗറ്റീവ് പോയിൻ്റ് അറിയില്ല. കുറച്ച് പ്ലാറ്റിയോ സ്റ്റേജ് എന്ന് പറയും റിലേഷൻഷിപ്പിൽ. അതായത് ഞാനാരാ എന്നുള്ളത് ഓപ്പോസിറ്റുള്ള ആള് ഒരു ട്രൈ ഉണ്ടാവില്ല, പച്ചയായ മനുഷ്യരായിരിക്കും. ആ സമയത്താണ് ഓക്കെ ഇതാണ് ആളുടെ ക്യാരക്ടർ, ഇതാണ് ഇവരുടെ ക്യാരക്ടർ, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരും. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിലാണ് തെറാപ്പിക്ക് വരുന്നതെന്ന് വെച്ചാൽ വി ക്യാൻ ഡു മിറാക്കിൾസ്. ഒരു മുറിവ് കിട്ടിയിട്ടില്ല അതേ സ്ഥാനത്ത്. അപ്പോൾ എന്താ ഇതിനൊരു പോംവഴി എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. നല്ല നോർമലായി ഇരിക്കുന്ന ഒരു ടൈമുണ്ട്. നമ്മൾ ഹൈപ്പായിരിക്കുന്ന സമയത്ത് എന്ത് ഡിസിഷൻ എടുത്താലും അത് റോങ് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. നമ്മൾ കോൺഷ്യസോ അല്ലെങ്കിൽ ഫ്രണ്ടൽ ലോബ് യൂസ് ചെയ്തിട്ടല്ല നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുക, ഒരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുക. അവരെ കുറച്ച് നാൾ കറക്റ്റ് നമ്മൾ അറിഞ്ഞതിന് ശേഷം ഒരു ഹൈപ്പ് ഉണ്ട്. അത് പോയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആളുടെ ട്രൈറ്റ് എന്താ, കാര്യങ്ങൾ എന്താ,
ഇതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ട്രൈറ്റാണ്. എല്ലാവരും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ഒന്നുമല്ല. നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാവുന്ന നെഗറ്റീവ് പോയിന്റ്സ് ഒക്കെ നമ്മുടെ കപ്പിൾസിലുണ്ടാവും. വി ഹാവ് ടു റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്, വിച്ച് ഈസ് വെരി അമേസിങ്. അപ്പോഴല്ലേ മനുഷ്യർ കംപ്ലീറ്റഡ് ആവണത്. സോ ആ പ്ലാറ്റിയോ സ്റ്റേജിൽ രണ്ട് കൂട്ടർക്കും അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ കുറേയെല്ലാം പ്രശ്നങ്ങൾ മാറിക്കിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇമോഷൻ വേണ്ട കറക്റ്റ് ടൈമിൽ ഈ ആൾ എന്നെ അവോയ്ഡ് ചെയ്യുകയാണ്, ഷീ വിൽ ബി ബിക്കം ജഡ്ജ്മെൻ്റൽ ഓർ ഹീ വിൽ ബി ബിക്കം ജഡ്ജ്മെൻ്റൽ. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. ഇതാണ് വിഷമത്തിലേക്കും, അതും പാസ്റ്റ് ട്രോമാസ് ഉണ്ടെങ്കിൽ കഴിഞ്ഞു. ഓക്കെ, ഇത് നമ്മളുടെ കാരണമല്ല. ദിസ് ഈസ് ഹിസ് ഓർ ഹെർ ബിഹേവിയർ ട്രൈറ്റ്. എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ഉണ്ടാവാനുള്ള ഫാക്ടേഴ്സാണ് ഇപ്പോൾ ഈ പറഞ്ഞ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ അവരുടെ ഡെയിലി ലൈഫിലെ സ്ട്രെസ്സ്, അതുപോലെ തന്നെ ഈ ഫാക്ടർ നമ്മൾ സംസാരിച്ചത്. ഇതിൻ്റെ പിന്നെ പുറത്തുള്ള ഫാമിലി, മേ ബി മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, എക്സ്റ്റേണൽ സ്റ്റിമുലീസ്, അതാരും ആയിരിക്കാം. നമ്മളെ നൈബേഴ്സ് ആയിരിക്കാം, ജോബിലുള്ള ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ ബിസിനസ്സിലുള്ള ആൾക്കാരായിരിക്കാം. പക്ഷെ അതെപ്പോഴും ഞാൻ പറയാം, ഔട്ട്ലയറായിട്ട് മാത്രം എടുത്താൽ മതി. കപ്പിൾസ് തമ്മിലൊരു ധാരണയിലെത്തണം. ഇതിലൊന്നും കറക്റ്റ് പോയില്ല, എന്നെ മനസ്സിലാക്കിയില്ല, ഹി ഓർ ഷീ ഈസ് ഡൂയിങ് ഇൻറ്റൻഷനലി എന്ന് വരുമ്പോഴാണ് നമുക്കൊരു ഹാപ്പിനെസ്സും ഡോപാമിനും കിട്ടാണ്ടാവുമ്പോഴാണ് അത് തെറ്റല്ലേ, അഡാപ്റ്റീവ്നെസ് അല്ല സംഭവം. പക്ഷെ ഈ സ്ട്രെസ്സിൽ നിൽക്കുമ്പോഴാണ് ഓൾമോസ്റ്റ് ഈ ഘടകങ്ങളിൽ എവിടെയെങ്കിലൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ഈസ്, ആ സമയത്ത് ഇവിടെ നന്നായി ആ കെമിക്കൽസ് ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫിസിക്കൽ അനാറ്റമിയിൽ മാച്ച് ഇല്ലെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലെങ്കിലും അവർക്ക് ഭയങ്കരമായ ഒരു ഹാപ്പിനെസ്സോ എക്സ്ട്രാ മെറിറ്റൽ അഫെയറിൽ തോന്നാം. കാരണം ഇവിടുത്തെ സ്ട്രെസ് മൊത്തം ഇവിടെ അവർ മെയിൻറ്റെയിൻ ചെയ്യണം. ആക്ച്വലി അത് എത്ര കാലം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും? ദാറ്റ് വിൽ ബി ബിക്കം എ പാറ്റേൺ. നമ്മുടേത് എന്ന് നമ്മൾ മൈൻഡ്ഫുള്ളാകണോ, എക്സ്പോഷർ കൊടുക്കണോ, നമ്മളിൽ തന്നെ ഒരു സെൽഫ് റെഗുലേഷൻ വരുത്തണോ, പിന്നെ എന്തിനാ ഈ അഡാപ്റ്റീവ് അല്ലാത്ത സ്ട്രെസ്സിൽ പോയി ചാടണത്? മാരി ചെയ്യുന്നുള്ളൊരു വേറെ കാറ്റഗറി ഉണ്ട്. പക്ഷെ ഇത് ഓൾറെഡി നല്ല ഹാപ്പിയായി ജീവിക്കുന്ന കപ്പിൾസിലാണ് ഈ സംഭവിക്കുന്നത്. ഓൾറെഡി ഇഷ്യൂസ് ആദ്യം മുതലേ ഉള്ള കപ്പിൾസിൽ ദാറ്റ് മീൻസ് എല്ലാ സ്ഥലങ്ങളിലും പോയി കൗൺസിലിങ്ങും ചെയ്തു, മേ ബി ഫിസിക്കൽ അബ്യൂസ് ആയിരിക്കാം, ഇമോഷണൽ അബ്യൂസ് ആയിരിക്കാം, തീരെ ചേരാത്ത ട്രൈറ്റുകളുണ്ടാവും. അതിൽ പിന്നെ തീർച്ചയായിട്ടും ഒരു പാർട്ട്ണറെ എണ്ണേനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് അവരുടെ ഒരു എണ്ണേനെ വേണമല്ലോ. അത് എൻ്റെ ഒരു ഡിഫറെൻറ്റ് പാർട്ടാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഓൾറെഡി നല്ല ഹാപ്പിയായി പോയിക്കൊണ്ടിരിക്കുന്ന കപ്പിൾസിൽ നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ. ദെൻ ഓൾസോ ഹൗ ഇറ്റ്സ് ഹാപ്പൻഡ് അത് നമുക്കറിയാം. ചിലതൊക്കെ നമ്മൾ തെറാപ്പിയുടെ ഭാഗമായിട്ട് പിൻ ചെയ്യുമ്പോഴൊക്കെ അവരുടെ ഇഷ്ടമൊക്കെ ഇത്ര പ്രശ്നമായിട്ട് പോലും ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. അതാണെങ്കിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരിക്കും പോകുന്നതിലാണ് ബസ് എക്സ്ട്രാ മെറിറ്റലിൻ്റെ സബ്ജക്റ്റ് പറഞ്ഞത്. ഓൾറെഡി ഇഷ്യൂസ് ഉള്ളത് പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമേ ഇല്ല. ഓർഗാനിക്കലി ദാറ്റ് വിൽ ഹാപ്പൻ. ഓക്കെ മാം, അതേപോലെ തന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ സെക്ഷുവൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലും അതേപോലത്തെ നമുക്ക് ഇഷ്യൂസ് കാണാം. അതായത് ഇപ്പം ചില കേസസിൽ നമ്മൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഹസ്ബൻഡിനെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് വൈഫിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ അത്രയും എനിക്ക് സെക്ഷുവലി അത്രയും ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല. ഐ എം നോട്ട് ഫീലിംഗ് ദാറ്റ് സെക്ഷുവലി അത്രയും അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അട്രാക്ഷൻ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അതെന്തായിരിക്കും മാം കാരണം? മെയിലിനല്ലേ? യെസ്, മെയിലിന് ഓൾറെഡി എല്ലാവരും പൊളിഗമസാന്ന് അറിയാലോ. ഹോമോസാപ്പിയനിൽ മെയില് അപ്പോൾ തന്നെ കുറേ ജഡ്ജ്മെൻറ്റ് പോവും. അല്ലെങ്കിൽ ലേഡീസിനെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് അപ്പോൾ അവങ്ങൾ വെറുതെ പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫീമെയിലും പൊളിഗമസിൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആദ്യത്തെ എവല്യൂഷണറിയിലെ ആ ജീനിൽ നമ്മൾ പിടിച്ചു നിന്ന് പോയതുകൊണ്ട് അത് ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. അത് നമ്മൾ ഓരോരുത്തരുടെ വലിയ ഒരു വിൽ പവറിൻ്റെ കാര്യമല്ല. ഓക്കെ, ആ ഇൻസ്റ്റിങ്ക്റ്റ് നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിലും അടുത്ത എണ്ണേനൊക്കെ കാണുമ്പോഴും അട്രാക്റ്റ് ആവേ ഇഷ്ടമൊക്കെ തോന്നുമെങ്കിലും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ എണ എന്നുള്ളത് നമുക്ക് ഓൾറെഡി ജീനിൽ കിട്ടിയിരിക്കുന്നതാണ്. പക്ഷെ ആണിൻ്റെ കാര്യത്തിൽ അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ആ ഇൻസ്റ്റിങ്ക്റ്റ് കൂടുതലാണ് അവർക്ക്. എന്നിട്ടുമാണ് അപ്പം നന്നായി ജീവിക്കുന്നവരല്ലേ, ഡെഫിനറ്റ്ലി അവർ അത്രയ്ക്കും കൺട്രോൾ ചെയ്ത് സോഷ്യലി അഡാപ്റ്റീവായിട്ടാണ് ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ
സെക്ഷുവലി എന്തുകൊണ്ടാണ് അട്രാക്റ്റ് ഇല്ലാത്തതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ആ ജഡ്ജ്മെൻ്റ് ഒന്ന് പോവാനായിട്ട്. പിന്നെ നമുക്ക് ഒരു 100,000 കപ്പിൾസിന് 100,000 റീസൺസ് ആയിരിക്കും. ചിലപ്പോൾ അവർ കണ്ടിരിക്കുന്ന ഒരു ഏതെങ്കിലും സ്ട്രെസ്സിലായിരിക്കും ഒരു മാരേജ് കഴിച്ചിട്ടുണ്ടാവുക, ഫാമിലിയുടെ ഒരു പുഷിലായിരിക്കും, അവർ വിചാരിച്ച കൺസെപ്റ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ ഫിസിക്കൽ അനാറ്റമി ചേർച്ചയുണ്ടാവില്ല. ഓക്കെ, ലോജിക്കൽ ടൈപ്പ് പേഴ്സണാലിറ്റീസിനെ നമ്മൾ ജോർജ് കപ്പാസിൻ്റെ മൊഡാലിറ്റി വെച്ചിട്ട് ഇമോസെക്ഷുവാലിറ്റി എന്ന് പറയും. അവർ ലോജിക്കൽ പേഴ്സൺസ് ആണ്. പിന്നെ ഫിസിക്കൽ സെക്ഷുവാലിറ്റി വേറെ ട്രൈറ്റ് ഉണ്ട്. ഫിസിക്കൽ സെക്ഷുവാലിറ്റിക്ക് എപ്പോഴും ഏത് സമയം എപ്പോൾ വേണമെങ്കിലും അട്രാക്ഷനും കാര്യങ്ങളൊക്കെ തോന്നും, എനി ടൈം ദേ ക്യാൻ ഡു ദ സെക്സ്. പക്ഷെ ഇമോസെക്ഷുവാലിറ്റി അതിന് പ്രിപ്പയർഡ് ആണോ അവർക്ക് അതിന് വേണ്ടിയിട്ട്? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ രണ്ടാളും കൂടെ ഓപ്പോസിറ്റ് ട്രൈറ്റുള്ളവർ കൂടിക്കഴിഞ്ഞാൽ ഈ ലേഡിക്ക് ഒരിക്കലും അവരുടെ ഡിസോർഡർ അല്ല, ഇറ്റ്സ് എ പേഴ്സണാലിറ്റി ട്രൈറ്റ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻഡിവിജ്വൽ ആയിരിക്കും. ഒരു ദിവസം എക്സ്ട്രീം സെക്ഷൽ ഡ്രൈവ് തോന്നി അവരെ സെക്സ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ്, പിറ്റേ ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്നാ പറയുള്ളൂ അവർ. ഓക്കെ, രണ്ടാമത്തെ ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി, ദാറ്റ് മീൻസ് ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. പക്ഷേ ലേഡി നോക്കുമ്പോൾ പുരുഷൻ എപ്പോഴും എല്ലാ പുരുഷന്മാരല്ല, ഇമോസെക്ഷുവാലിറ്റിയിൽ മെയിലും ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ വരുന്നു വേറെ സ്ത്രീകളോട് നൈബേഴ്സിനോടോ ഫ്രണ്ട്സിനോടോ ചോദിക്കുമ്പോൾ ദേ ആർ ഡൂയിങ് ഡെയിലി ബേസിസ് എന്ന് പറയുന്നു. അപ്പോൾ ഇവരുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ, ഇവർക്ക് ടെൻഷൻ വന്നു തുടങ്ങും, എനിക്ക് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടോ. അപ്പം തന്നെ അവർ വന്ന് സെഷനിൽ ഇരിക്കുമ്പോൾ തന്നെ പറയും, നമ്മൾ കുറേ മൂവീസിലും കണ്ടിട്ടുണ്ട്, എല്ലാത്തിലും കണ്ടിട്ടുണ്ട്, ഇരിക്കുമ്പോൾ തന്നെ പറയും ഇവർക്കുണ്ടല്ലോ 24 hours സെക്സാണ്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സംഭവം കിടക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഈ കാറ്റഗറി ഓഫ് ലേഡീസിനോട് കറക്റ്റ് ഇമോഷണലി കണക്റ്റ് ആവാതെ സംസാരത്തിൽ നിന്ന് സിറ്റുവേഷനിൽ നിന്ന് തന്നെ അവരുടെ സെക്സ് സ്റ്റാർട്ട് ചെയ്യും, ബെഡിലല്ല. എന്നാൽ മാത്രമേ അവർക്ക് അതിനു വേണ്ടി പ്രിപ്പയർഡ് ആവണം. പക്ഷേ മെയിൽ ഓപ്പോസിറ്റുള്ള ആൾ വരുമ്പോൾ നോ എന്ന് പറയുമ്പോൾ മെയിലിൽ സ്പോട്ടിൽ കിട്ടുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ, ദേ ആർ തിങ്കിങ് ഷീ ഈസ് റിജക്റ്റിംഗ് മീ. അപ്പോൾ ഒന്ന് ആലോചിക്കുക, രണ്ടുപേരും ഇതുപോലെ വർഷങ്ങളോളം പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഡീപ്പ് അവെയർനെസ് ആണ് ഓൾറെഡി റിസർച്ച് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റിൻ്റെ ബേസിൽ വെച്ചിട്ട് നമ്മൾ സൈക്കോതെറാപ്പി അതുപോലെ കപ്പിൾ തെറാപ്പിയിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ എത്രയോ സെഷൻസിലുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഈ അവെയർനെസ് കിട്ടുന്തോറും നമ്മുടെ പെയിനാണ്, സെൽഫ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെയിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് എ ബിഗ് പാർട്ട്. പിന്നെ ഫിസിക്കൽ അനാറ്റമി മാച്ച് അല്ലെങ്കിൽ പ്രശ്നമാണ്. ബട്ട് 2 കപ്പിൾസിനും വന്നു കഴിഞ്ഞാൽ അവരുടെ 2 പേരുടെയും ഫിസിക്കൽ അനാറ്റമിയും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് അവരെ ഓക്കെ ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ചിലതൊക്കെ ഇമോഷണലിയും അല്ലാതെയും കംപ്ലീറ്റ്ലി ഇനിയിപ്പോൾ അസാധ്യമായ ഫിസിക്കൽ അനാറ്റമി എന്ന് പറഞ്ഞാൽ പോലും ഭയങ്കരമായിട്ട് അകന്നിട്ടുണ്ടാവും അവർ. ഇപ്പോൾ ഒരു പുതിയൊരു സംഭവം ഉണ്ടല്ലോ, ഭയങ്കര ഡിപ്പെൻഡഡാ ലേഡി, ഭയങ്കര ഡിപ്പെൻഡഡാ പുരുഷൻ, ഭയങ്കര ഡിപ്പെൻഡഡാ. കപ്പിൾസായ കുറച്ചൊക്കെ ഡിപ്പെൻഡഡ് ആവണ്ടേ? ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ഹൈപ്പർ ഇൻഡിപെൻഡൻസ് ബിക്കോസ് ഓഫ് ട്രോമ ഇറ്റ്സ് ഹാപ്പനിങ്. സ്ത്രീയായ ഇങ്ങനെ നിൽക്കണം, പുരുഷനായ ഇങ്ങനെ നിൽക്കണം. മേ ബി നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ത്രീകളുടെ പലതും ചോദിച്ചു വന്നാൽ അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബട്ട് ദേ ആർ എൻജോയിങ് ആ ഒരു ഡിപ്പെൻഡൻസി. അതുപോലെ തന്നെ മെയിലും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. 2 പേരും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങളുടെ ആവശ്യം എന്താ? ഒരു ബ്യൂട്ടിഫുൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞ പോലെയാണ് കപ്പിൾസിൻ്റെ കാര്യം. അതിൽ റൈറ്റ് ആൻഡ് റോങ് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ സെക്ഷുവലിൻ്റെ ഈ എല്ലാം അടങ്ങുന്ന കണ്ടൻ്റാണ്. അത് ഓരോരുത്തർക്കും അനുഭവിക്കുമ്പോൾ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആരൊക്കെ ഏതൊക്കെ പാർട്ടിലാണ് അവർ ത്രൂ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവും. ഓക്കെ മാം, ഇപ്പം മാം ഡിപ്പെൻഡൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പം ചിലവർക്ക് ഈ ഡിപ്പെൻഡൻസി കാരണം ഈ ഉറക്കത്തിന് വരെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം ഹസ്ബൻഡ് വീട്ടിൽ അവൈലബിൾ അല്ലാത്തപ്പോൾ തന്നെ എന്താണെന്ന് വെച്ചാൽ വൈഫിന് ഉറക്കം തീരെ വരില്ല. അത് വേണമെങ്കിൽ ഡേയ്സ് ലോങ് വേണമെങ്കിൽ അത് പോവാം.
സോ അത് എന്തുകൊണ്ടായിരിക്കും മാം അതിന് കാരണം? ഇറ്റ്സ് അമേസിങ് ക്വസ്റ്റ്യൻ. ഇതിൽ ലേഡിക്ക് ഓൾറെഡി ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്, അതെ. ലേഡീസിന് ഉണ്ട്. അതിനിപ്പോൾ ഏത് പൊസിഷൻ ടു ഏത് പൊസിഷൻ വന്നാലും അവരുടെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണല്ലോ മെയിൽ. ആ ഒരു മാസങ്ങളോളം ദിവസങ്ങളോളമൊക്കെ ഉറങ്ങാണ്ടിരിക്കുന്നവരുണ്ട്. അത്രയും അറ്റാച്ച്ഡ് ആയിരിക്കും. ആ ഫെർമോണൊക്കെ ഭയങ്കര മിക്സ്ഡ് ആയിരിക്കും. അവർക്ക് അതില്ലാണ്ട് പറ്റില്ല. ബട്ട് ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ഉള്ള ലേഡി ആണെങ്കിൽ ഷീ വിൽ ബിക്കം വയലൻറ്റ്. ആ ഡിപ്പെൻഡൻസിയാണ് പ്രശ്നം. അവിടെയാണ് നമ്മൾ തെറാപ്പി എടുക്കേണ്ടത്. എപ്പോഴും ഇതൊക്കെ എക്സ്റ്റേണൽ എന്താ പറയുക, ഡിഫറെൻ്റ് എൻറ്റിറ്റീസാണ്. ഹസ്ബൻഡ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ. ഒരു ഹാഫ് ഓഫ് ഇറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മളെ കൊണ്ടുപോകാമെന്ന് പറയില്ലേ സ്ത്രീകളെ. ആ ഡിപ്പെൻഡൻസി മാറ്റാം. ഇപ്പോൾ കപ്പിൾ തെറാപ്പിക്ക് വന്നാലും മെയിൽ ശരിയായാൽ മതി, ഫീമെയിൽ ശരിയായാൽ മതി. അങ്ങനെയല്ല. നമ്മൾ സെൽഫിൽ വർക്ക് ചെയ്യാൻ പറയുമ്പോൾ ആദ്യം അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ സെൽഫിൽ വർക്ക് ചെയ്ത് ആ കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ കിട്ടുന്നൊരു ഇൻഡിപെൻഡൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഓക്കെ. അത് അവർക്ക് പെർമനൻ്റ്ലി അതിനെയാണ് നല്ല ഫാമിലിയിൽ അല്ലെങ്കിൽ ഓക്കെ നമ്മൾ ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ നിന്ന് വന്നു, വാട്ട് വി ക്യാൻ ഡു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളിടത്താണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആ ട്രൈറ്റ്. അതിനെയാണ് പറയുന്നത് സെക്യൂർ അറ്റാച്ച്മെൻറ്റ്. അത് വി ക്യാൻ മേക്ക് ഇറ്റ്. ആളുടെ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്. സോ ആൾക്ക് എന്താന്ന് വെച്ചാൽ ഭയങ്കര ബാക്ക് പെയിനും ഭയങ്കരമായിട്ട് സ്റ്റൊമക്ക് ഏക്ക് പോലത്തെ ഒരു ഫീൽ വന്നു. എന്തുകൊണ്ടായിരിക്കും മാം ആ ഒരു ബോഡി സിംറ്റംസ് കാണിക്കുന്നതാണ് പെയിൻ ആയിട്ട്? ചിലവരിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, ചിലവരിൽ ഭയങ്കര ആങ്കർ ആയിരിക്കും, ചിലവരിൽ പെർട്ടിക്കുലർ ഇമോഷൻസ് വിൽ ബി ദർ.